എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത എൻജിൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. PSC ഡ്രൈവർ എക്സാമുകൾ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷയിലെയും എൻജിൻ എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിനെ അവലോകനം ചെയ്യുന്നൊരു വീഡിയോയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഏകദേശം ഒരു 40ഓളം മുൻവർഷ ചോദ്യപേപ്പറുകളെ വിശകലനം ചെയ്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. 10/12/2019 PSC നടത്തിയ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ എഞ്ചിനുമായി ബന്ധപ്പെട്ട് 5ഓളം ചോദ്യങ്ങളാണ് ഉള്ളത്. എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്തിനെ സൂചിപ്പിക്കുന്നു? എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്തിനെ സൂചിപ്പിക്കുന്നു? ഹ്യൂമൻ പവർ, ഹൈ സ്പീഡ് പെട്രോൾ, ഹോഴ്സ് പവർ. ആൻസർ ഡി, ഹോഴ്സ് പവർ. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഡിപ്സ്റ്റിക്ക്, ഓയിൽ സമ്പ്, ഓയിൽ ഗേജ്, ടാക്കോമീറ്റർ. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? എ ഡിപ്സ്റ്റിക്ക്, ബി ഓയിൽ സമ്പ്, സി ഓയിൽ ഗേജ്, ഡി ടാക്കോമീറ്റർ. ആൻസർ എ ഡിപ്സ്റ്റിക്ക്. പെട്രോൾ ഡീസൽ വണ്ടികളിൽ പൊതുവായില്ലാത്ത ഭാഗം? പെട്രോൾ ഡീസൽ വണ്ടികളിൽ പൊതുവായില്ലാത്ത ഭാഗം? എ എയർ ക്ലീനർ, ബി കണക്റ്റിംഗ് റോഡ്, സി കംപ്രഷൻ റിങ്, ഡി സ്പാർക്ക് പ്ലഗ്. ആൻസർ ഡി സ്പാർക്ക് പ്ലഗ്. ഡി സ്പാർക്ക് പ്ലഗ്. എയർ കൂൾഡ് എൻജിൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത്? എയർ കൂൾഡ് എൻജിൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത്? എ സ്കൂട്ടർ, ബി എയർ ബസ്, സി റേസിംഗ് കാറുകൾ, ഡി ഡീസൽ കാറുകൾ. ആൻസർ എ സ്കൂട്ടർ. 2 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത്? 2 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത്? എ ദുഗാർഡ് ക്ലർക്ക്, ബി റുഡോൾഫ് ഡീസൽ, സി ജെയിംസ് വാട്ട്, ഡി നിക്കോളാസ് ഓട്ടോ. എ ദുഗാർഡ് ക്ലർക്ക്, ബി റുഡോൾഫ് ഡീസൽ, സി ജെയിംസ് വാട്ട്, ഡി നിക്കോളാസ് ഓട്ടോ. ആൻസർ എ ദുഗാർഡ് ക്ലർക്ക്. നമ്മൾ ഇന്നലെ 2-3 പേരുകൾ പഠിച്ച കൂട്ടത്തിൽ ഈ പേര് പറഞ്ഞില്ലായിരുന്നു, ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. 2 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത് ദുഗാർഡ് ക്ലർക്ക്. 6/7/2018 PSC നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. 4 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്? വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്? എ കൂളിംഗ് സിസ്റ്റം, ബി ലൂബ്രിക്കേഷൻ സിസ്റ്റം, സി ട്രാൻസ്മിഷൻ സിസ്റ്റം, ഡി ടെമ്പറേച്ചർ സിസ്റ്റം. ആൻസർ എ കൂളിംഗ് സിസ്റ്റം. ആദ്യ 4 സ്ട്രോക്ക് എഞ്ചിൻ നിർമ്മിച്ച വർഷം? എ 1860, ഓപ്ഷൻ ബി 1898, സി 1886, ഡി 1769. ആൻസർ ഓപ്ഷൻ സി 1886. എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കുന്ന എപ്പോഴാണ്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഓയിൽ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ എത്തിയതിന് ശേഷം, ഓയിൽ ടെമ്പറേച്ചർ 60 ഡിഗ്രിയിൽ എത്തിയതിന് ശേഷം. ആൻസർ ഓപ്ഷൻ എ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് എഞ്ചിനാണ്? ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് എഞ്ചിനാണ്? EC എഞ്ചിൻ, SI എഞ്ചിൻ, RC എഞ്ചിൻ, IC എഞ്ചിൻ. EC എഞ്ചിൻ, SI എഞ്ചിൻ, RC എഞ്ചിൻ, IC എഞ്ചിൻ. ആൻസർ ഓപ്ഷൻ ഡി IC എഞ്ചിൻ. 4/4/2018 നടന്ന ഫോറസ്റ്റ് ഡ്രൈവർ. ലോകത്ത് ആദ്യമായി 4 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? നിക്കോളാസ് കുഗ്നട്ട്, ബി നിക്കോളാസ് എയോട്ടോ, സി ഇറ്റീം ലിനോയർ, ഡി ജംഷഡ്ജി ടാറ്റ. ലോകത്ത് ആദ്യമായി 4 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? ആൻസർ ബി നിക്കോളാസ് എയോട്ടോ. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ജ്വലനം നടന്ന് പിസ്റ്റണിനെ താഴോട്ട് ചലിപ്പിക്കുന്ന സ്ട്രോക്ക് ഏതാണ്? എ സെക്ഷൻ സ്ട്രോക്ക്, ബി കംപ്രഷൻ സ്ട്രോക്ക്, സി എക്സോസ്റ്റ് സ്ട്രോക്ക്, ഡി പവർ സ്ട്രോക്ക്. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ജ്വലനം നടന്ന് പിസ്റ്റണിനെ താഴോട്ട് ചലിപ്പിക്കുന്ന സ്ട്രോക്ക് ഏതാണ്? ആൻസർ ഡി പവർ സ്ട്രോക്ക്. ഡീസൽ എഞ്ചിനുകളിൽ ഇന്ധനം കത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡീസൽ എഞ്ചിനുകളിൽ ഇന്ധനം കത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
എ സ്പാർക്ക് പ്ലഗ്, ബി ഇഞ്ചക്ടർ, സി കാർബറേറ്റർ, ഡി ഇഗ്നിഷൻ കോയിൽ. ആൻസർ ബി ഇഞ്ചക്ടർ. ഡീസൽ എഞ്ചിനിലുള്ള വാഹനങ്ങളിലെ മലിനീകരണ തോത് പരിശോധിക്കുന്ന യന്ത്രം. എ ഗ്യാസ് അനലൈസർ, ബി സ്മോക്ക് മീറ്റർ, സി ഡീസൽ മീറ്റർ, ഡി പൊല്യൂഷൻ മീറ്റർ. ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളിലെ മലിനീകരണ തോത് പരിശോധിക്കുന്ന യന്ത്രം. ആൻസർ ബി സ്മോക്ക് മീറ്റർ. എഞ്ചിൻ എപ്പോഴും നിയന്ത്രിത ഊഷ്മാവിൽ നിലനിർത്തുന്ന ഉപകരണം ഏതാണ്? എ ടെമ്പറേച്ചർ ഗേജ്, ബി വാട്ടർ ഗേജ്, സി തെർമോസ്റ്റാറ്റ് വാൽവ്, ഡി പ്രഷർ വാൽവ്. എഞ്ചിൻ എപ്പോഴും നിയന്ത്രിത ഊഷ്മാവിൽ നിലനിർത്തുന്ന ഉപകരണം ഏതാണ്? സി തെർമോസ്റ്റാറ്റ് വാൽവ്. ആൻസർ സി തെർമോസ്റ്റാറ്റ് വാൽവ്. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ ഓയിൽ സ്റ്റിക്ക്, ബി ഡിപ് സ്റ്റിക്ക്, സി ഓയിൽ സമ്പ്, ഡി ഓയിൽ വാൽവ്. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ബി ഡിപ് സ്റ്റിക്ക്. 11/6/2016 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 LDV വിവിധം. എഞ്ചിൻ എന്നാൽ എന്താണ്? എ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം, ബി വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം, സി യാന്ത്രികോർജ്ജത്തെ താപോർജ്ജമാക്കുന്ന യന്ത്ര സംവിധാനം, ഡി താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം. എഞ്ചിൻ എന്നാൽ എന്താണ്? ആൻസർ ഡി താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം. എഞ്ചിൻ്റെ ഉള്ളിലെ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്ന സംവിധാനം. എ ഡിപ് സ്റ്റിക്ക്, ബി ഓയിൽ സമ്പ്, സി ഇൻഡിക്കേറ്റർ സ്റ്റിക്ക്, ഡി ഫിൽറ്റർ. എഞ്ചിൻ്റെ ഉള്ളിലെ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്ന സംവിധാനം. ആൻസർ എ ഡിപ് സ്റ്റിക്ക്. ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ ഒരു പ്രവർത്തന ചക്രം പൂർത്തിയാകുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? എ അര, ബി 1, സി 4, ഡി 2. ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ ഒരു പ്രവർത്തന ചക്രം പൂർത്തിയാകുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? ആൻസർ ഡി 2. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഫയറിംഗ് ഓർഡർ. എ 1, 3, 4, 2, ബി 1, 2, 3, 4, സി 1, 4, 3, 2, ഡി 1, 4, 2, 3. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഫയറിംഗ് ഓർഡർ. ആൻസർ എ 1, 3, 4, 2. പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ വായു മിശ്രിതത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ വായു മിശ്രിതത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. എ സ്പാർക്ക് പ്ലഗ്, ബി ഇഞ്ചക്ടർ, സി മോട്ടോർ, ഡി കാർബറേറ്റർ. പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ വായു മിശ്രിതത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. എ സ്പാർക്ക് പ്ലഗ്. 23/5/2015 നടന്ന KSRTC ഡ്രൈവർ ഗ്രേഡ് 2, കേരള സിറാമിക്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, എക്സൈസ് തുടങ്ങി വിവിധ വകുപ്പുകളിലേക്കും. ഡീസൽ എഞ്ചിനിലുള്ള ഇൻലെറ്റ് വാൽവ്. എ എക്സോസ്റ്റ് വാൽവിനേക്കാൾ ചെറുത്, ബി എക്സോസ്റ്റ് വാൽവിനേക്കാൾ വലുത്, സി 2 വാൽവുകളും ഒരുപോലെ, ഡി ഇവയൊന്നുമല്ല. ഡീസൽ എഞ്ചിനിലുള്ള ഇൻലെറ്റ് വാൽവ്. ആൻസർ എക്സോസ്റ്റ് വാൽവിനേക്കാൾ ചെറുത്. എഞ്ചിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് എത്രമാത്രം മാറുന്നു എന്നതിന് എന്തു പറയുന്നു? എഞ്ചിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് എത്രമാത്രം മാറുന്നു എന്നതിനെ എ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നു, ബി ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നു, സി വിസ്കോസിറ്റി പോയിൻ്റ് എന്ന് പറയുന്നു, ഡി ഇവയൊന്നുമല്ല. ആൻസർ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നു. റേഡിയേറ്ററിൽ കൂളൻ്റ് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്? താഴെ നിന്നും മുകളിലേക്ക്, മുകളിൽ നിന്നും താഴേക്ക്, വശങ്ങളിലേക്ക്, ഇവയൊന്നുമല്ല. റേഡിയേറ്ററിൽ കൂളൻ്റ് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്? എ താഴെ നിന്നും മുകളിലേക്ക്. എഞ്ചിൻ ഓയിലായി സാധാരണ ഉപയോഗിക്കുന്നത് SAE 40, SAE 90, SAE 140. ഇവയൊന്നുമല്ല. എഞ്ചിൻ ഓയിലായി സാധാരണ ഉപയോഗിക്കുന്നത് SAE 40. എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത്. എ മാനിഫോൾഡ്, ബി പൈപ്പ്, സി മഫ്ലർ, ഡി വാൽവ്. എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത് സി മഫ്ലർ. ആൻസർ സി മഫ്ലർ. ഡീസൽ എഞ്ചിനിൽ ഇന്ധനം വായുവുമായി കൂടിച്ചേരുന്നത്. എ എഞ്ചിൻ സിലിണ്ടറിൽ, ബി ഫ്യൂവൽ പമ്പിൽ, സി ഇൻലെറ്റ് മാനിഫോൾഡിൽ, ഡി ഇഞ്ചക്ടറിൽ. ഡീസൽ എഞ്ചിനിൽ ഇന്ധനം വായുവുമായി കൂടിച്ചേരുന്നത്. ആൻസർ എ എഞ്ചിൻ സിലിണ്ടറിൽ. IC എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടോർ ഏതുതരമാണ്? എ സിംഗിൾ ഫേസ് AC മോട്ടോർ, ബി
ഡി സി ഷണ്ട് മോട്ടർ, സി ഡി സി സീരീസ് മോട്ടർ, ഡി സിംക്രോണസ് മോട്ടർ. ഐ സി എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടർ ഏതുതരമാണ്? ആൻസർ സി ഡി സി സീരീസ് മോട്ടർ. ഇത് തിരിഞ്ഞു പോരുത്. എൽ സി എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഡി സി ഷണ്ട് മോട്ടറും ഐ സി എഞ്ചിനിൽ ഡി സി സീരീസ് മോട്ടറും. 16/4/2016 ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലേക്ക് നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 HDV. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗം ഏതാണ്? ക്രൗണും പിനിയനും, സ്പെർ ഗിയറും കപ്പും, സ്റ്റാർ ഗിയറുകൾ, സൺ ഗിയറുകൾ. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗം ഏതാണ്? ആൻസർ എ ക്രൗണും പിനിയനും. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനാര്? എ അഡോൾഫ് ഡീസൽ, ബി ജോർജ് ഡീസൽ, സി റുഡോൾഫ് ഡീസൽ, ഡി അർണോൾഡ് ഡീസൽ. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ സി റുഡോൾഫ് ഡീസൽ. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കാം ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്ത്? എ പിസ്റ്റൺ പ്രവർത്തിപ്പിക്കുന്നു, ബി ക്രാങ്ക് ഷാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നു, സി കണക്റ്റിംഗ് റോഡ് പ്രവർത്തിപ്പിക്കുന്നു, ഡി വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കാം ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ ഡി വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഡീസൽ നൽകുന്ന ഭാഗം? എ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നോഡിൽ, ബി ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ്, സി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഡി ഫ്യൂവൽ ഇഞ്ചക്ഷൻ നീഡിൽ. ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഡീസൽ നൽകുന്ന ഭാഗം ഏത്? ആൻസർ സി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. കൂളൻ്റ് എന്നാൽ എന്താണ്? ഓയിൽ തണുപ്പിക്കുന്ന ദ്രാവകം, ബ്രേക്ക് തണുപ്പിക്കുന്ന ദ്രാവകം, എഞ്ചിൻ തണുപ്പിക്കുന്ന ദ്രാവകം, റേഡിയേറ്റർ തണുപ്പിക്കുന്ന ദ്രാവകം. കൂളൻ്റ് എന്നാൽ എന്താണ്? ആൻസർ സി എഞ്ചിൻ തണുപ്പിക്കുന്ന ദ്രാവകം. റിംഗ് ഗിയർ ഏത് എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? എ ക്രാങ്ക് ഷാഫ്റ്റ്, ബി കാം ഷാഫ്റ്റ്, സി ഫ്ലൈ വീല്, ഡി ഗിയർ ബോക്സ്. റിംഗ് ഗിയർ ഏത് എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സി ഫ്ലൈ വീല്. 4/9/2014 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 വിവിധ വകുപ്പുകളിലേക്ക്. ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എ കംപ്രഷൻ ഇഗ്നീഷ്യൻ സിസ്റ്റം, ബി സ്പാർക്ക് ഇഗ്നീഷ്യൻ സിസ്റ്റം, സി എയും ബിയും, ഡി ഇവയൊന്നുമല്ല. ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ എ കംപ്രഷൻ ഇഗ്നീഷ്യൻ സിസ്റ്റം. പെട്രോൾ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എ കംപ്രഷൻ ഇഗ്നീഷ്യൻ സിസ്റ്റം, ബി സ്പാർക്ക് ഇഗ്നീഷ്യൻ സിസ്റ്റം, സി എയും ബിയും, ഡി ഇതൊന്നുമല്ല. പെട്രോൾ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ബി സ്പാർക്ക് ഇഗ്നീഷ്യൻ സിസ്റ്റം. കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എ എഞ്ചിന് കൂടുതൽ കൂളിംഗ് കിട്ടുന്നു, ബി ഗിയർ ബോക്സിന് കൂളിംഗ് കിട്ടുന്നു, സി ആക്സിലിന് കൂളിംഗ് കിട്ടുന്നു, ഡി ഓയിലിന് കൂളിംഗ് കിട്ടുന്നു. കൂളൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട്. ആൻസർ എ എഞ്ചിന് കൂടുതൽ കൂളിംഗ് കിട്ടുന്നു. ടിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്? എ എഞ്ചിൻ്റെ ചൂടളക്കാൻ, ബി ഇന്ധനക്ഷമത അറിയാൻ, സി വെള്ളത്തിൻ്റെ അളവറിയാൻ, ഡി എഞ്ചിൻ ഓയിലിൻ്റെ അളവറിയാൻ. ടിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഡി എഞ്ചിൻ ഓയിലിൻ്റെ അളവറിയാൻ. 3/9/2014 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 LDV. SAE എന്നാൽ എന്ത്? എ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, ബി സിസ്റ്റം ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിൻസ്, സി സർവേ ഓൺ ഓട്ടോ എമിഷൻ, ഡി സൂപ്പർ ഓട്ടോ എഞ്ചിൻ. SAE എന്നാൽ എന്ത്? ആൻസർ എ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. എഞ്ചിൻ സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള നീളത്തെ പറയുന്നത് എന്ത്? എ പിസ്റ്റൺ, ബി സ്ട്രോക്ക്, സി HP, ഡി CC. എഞ്ചിൻ സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള നീളത്തെ പറയുന്നത്? ആൻസർ ബി സ്ട്രോക്ക്. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കൂളൻ്റിലെ ഘടകം? എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കൂളൻ്റിലെ ഘടകം? എ തെർമോസ്റ്റാറ്റ്, ബി റേഡിയേറ്റർ, സി വാട്ടർ പമ്പ്, ഡി എത്തിലിൻ ഗൈക്ലോൾ. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കൂളൻ്റിലെ ഘടകം? ആൻസർ ഡി എഥിലിൻ ഗ്ലൈക്കോൾ. ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ അനുപാതം? എ 7:1, ബി 10:1, സി 15:1, ഡി 22:1. ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ അനുപാതം? ആൻസർ ഡി 22:1. എഞ്ചിൻ്റെ ടോർക്ക് കൂട്ടുവാൻ ഉപയോഗിക്കുന്നത്? എ ഓവർ ഡ്രൈവ്, ബി ഡിഫറൻഷ്യൽ, സി ടോർക്ക് കൺവെർട്ടർ,
ഡി ഗിയർ ബോക്സ്. എഞ്ചിൻ്റെ ടോർക്ക് കൂട്ടുവാൻ ഉപയോഗിക്കുന്നത്. ആൻസർ സി ടോർക്ക് കൺവെർട്ടർ. എഞ്ചിൻ്റെ കാര്യക്ഷമത കൂട്ടുവാൻ ഉപയോഗിക്കുന്നത്. എ എയർ ക്ലീനർ, ബി എക്സോസ് മാനിഫോൾഡ്, സി ടർബോ ചാർജർ, ഡി കാറ്റലിക് കൺവെർട്ടർ. എഞ്ചിൻ്റെ കാര്യക്ഷമത കൂട്ടുവാൻ ഉപയോഗിക്കുന്നത്. ആൻസർ സി ടർബോ ചാർജർ. 18/10/2014 കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഡ്രൈവർ ഗ്രേഡ് 2. 4 സിലിണ്ടറുള്ള ഒരു വാഹനത്തിൻ്റെ പ്രവർത്തന സൈക്കിൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എ 2 സ്ട്രോക്ക്, ബി 4 സ്ട്രോക്ക്, സി മൾട്ടി സ്ട്രോക്ക്, ഡി മൾട്ടി സർക്കിൾ. 4 സിലിണ്ടറുള്ള ഒരു വാഹനത്തിൻ്റെ പ്രവർത്തന സൈക്കിൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ബി 4 സ്ട്രോക്ക്. ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടാൽ മനസ്സിലാകുന്നത്. എ എഞ്ചിൻ തകരാറ്, ബി എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കുറവ്, സി ഹെഡ് ഗ്യാസ്കറ്റ് തകരാറ്, ഡി ഓയിൽ പ്രഷർ കൂടുന്നത്. ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടാൽ മനസ്സിലാകുന്നത്. ആൻസർ സി ഹെഡ് ഗ്യാസ്കറ്റ് തകരാറ്. മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ വാഹനത്തിൻ്റെ മുൻവശത്ത് ഉറപ്പിക്കുവാൻ കാരണം. എ പെട്ടെന്നുള്ള പരിശോധനയ്ക്ക്, ബി എഞ്ചിൻ്റെ ശബ്ദം അടുത്ത് കേൾക്കുവാൻ, സി ഗിയർ മാറ്റുന്നതിനുള്ള മതിയായ സൗകര്യത്തിന്, ഡി വാഹനത്തിൻ്റെ വെയിറ്റ് ബാലൻസിങ്ങിന്. മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ വാഹനത്തിൻ്റെ മുൻവശത്ത് ഉറപ്പിക്കുവാൻ കാരണം. ആൻസർ ഡി വാഹനത്തിൻ്റെ വെയിറ്റ് ബാലൻസിങ്ങിന്. ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള വാഹനത്തിൽ നിന്നും കറുത്ത പുക വമിച്ചാൽ മനസ്സിലാകുന്നത് എന്ത്? എ എഞ്ചിൻ ശരിയായി പ്രവർത്തിക്കുന്നു, ബി ഓയിൽ അധികമായി കത്തുന്നു, സി ഡീസൽ കത്തുന്നത് കുറവാണ്, ഡി ഡീസൽ അമിതമായി കത്തുന്നു. ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള വാഹനത്തിൽ നിന്നും കറുത്ത പുക വമിച്ചാൽ മനസ്സിലാക്കുന്നത് എന്ത്? ആൻസർ ഡി ഡീസൽ അമിതമായി കത്തുന്നു. ഹെവി വാഹനത്തിന് എത്ര സിലിണ്ടർ ഉണ്ട്? ഹെവി വാഹനത്തിന് എത്ര സിലിണ്ടർ ഉണ്ട്? എ 8, ബി 4, സി 7, ഡി 6. ആൻസർ ഡി 6. ഹെവി വാഹനത്തിന് 6 സിലിണ്ടറാണ് ഉള്ളത്. 2/9/2014 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 വാർഡ് ഡ്രൈവർ. എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉൾവ്യാസത്തിന് പറയുന്ന പേരെന്ത്? എ സ്ട്രോക്ക്, ബി ക്രാങ്ക്, സി ബോറ്, ഡി ടോർക്ക്. എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉൾവ്യാസത്തിന് പറയുന്ന പേരെന്ത്? ആൻസർ സി ബോറ്. പിസ്റ്റണിനെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പേരെന്ത്? എ കണക്റ്റിംഗ് റോഡ്, ബി കാം ഷാഫ്റ്റ്, സി വാൽവ്, ഡി ഫ്ലൈ വീല്. പിസ്റ്റണിനെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പേരെന്ത്? ആൻസർ എ കണക്റ്റിംഗ് റോഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗം? എ ഓയിൽ പമ്പ്, ബി റേഡിയേറ്റർ, സി കാർബറേറ്റർ, ഡി ഡീസൽ ഫിൽറ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗം? എ ഓയിൽ പമ്പ്, ബി റേഡിയേറ്റർ, സി കാർബറേറ്റർ, ഡി ഡീസൽ ഫിൽറ്റർ. ആൻസർ ബി റേഡിയേറ്റർ. 28/1/2017 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 മുനിസിപ്പൽ കോമൺ സർവീസ്. മാരുതി 800ൻ്റെ എഞ്ചിനിൽ എത്ര സിലിണ്ടറുകളുണ്ട്? എ 4, ബി 2, സി 3, ഡി 6. മാരുതി 800ൻ്റെ എഞ്ചിനിൽ എത്ര സിലിണ്ടറുകളുണ്ട്? ആൻസർ സി 3. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ അഴിച്ചുപണി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. എ കംപ്രഷൻ കുറയുമ്പോൾ, ബി ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഉപയോഗം കൂടുമ്പോൾ, സി എഞ്ചിൻ തകരാർ കാണിക്കുമ്പോൾ, ഡി മുകളിൽ സൂചിപ്പിച്ച എല്ലാ അവസരത്തിലും. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ അഴിച്ചുപണി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കംപ്രഷൻ കുറയുമ്പോൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഉപയോഗം കൂടുമ്പോൾ, എഞ്ചിൻ തകരാർ കാണിക്കുമ്പോൾ. മുകളിൽ സൂചിപ്പിച്ച എല്ലാ അവസരത്തിലും. ആൻസർ മുകളിൽ സൂചിപ്പിച്ച എല്ലാ അവസരത്തിലും. എഞ്ചിൻ അമിതമായി ചൂടാകാതെ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട താപനില ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത്. എ വാട്ടർ പമ്പ്, ബി ടെമ്പറേച്ചർ ഗേജ്, സി റേഡിയേറ്റർ, ഡി ഇവയൊന്നുമല്ല. എഞ്ചിൻ അമിതമായി ചൂടാകാതെ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട താപനില ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത്. ആൻസർ സി റേഡിയേറ്റർ. എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ താപനില ക്രമീകരിക്കുന്നതിന്, വേഗത നിയന്ത്രിക്കുന്നതിന്, തേയ്മാനം കുറയ്ക്കുന്നതിന് ഇവയൊന്നുമല്ല. എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ തേയ്മാനം കുറയ്ക്കുന്നതിന്. ആൻസർ സി തേയ്മാനം കുറയ്ക്കുന്നതിന്. 31/1/2017 നടന്ന ഡ്രൈവർ HDV എക്സൈസ് KSRTC. ഒരു ഡീസൽ എഞ്ചിനിൽ അതിൻ്റെ സിലിണ്ടറിലേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. എ കാർബറേറ്റർ, ബി സ്പാർക്ക് പ്ലഗ്, സി സൈലൻസർ, ഡി ഇഞ്ചക്ടർ. ഒരു ഡീസൽ എഞ്ചിനിൽ അതിൻ്റെ സിലിണ്ടറിലേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. എ കാർബറേറ്റർ, ബി സ്പാർക്ക് പ്ലഗ്, സി സൈലൻസർ,
ഡി ഇഞ്ചക്ടർ. ആൻസർ ഡി ഇഞ്ചക്ടർ. റേഡിയേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? എഞ്ചിൻ്റെ അകത്തുള്ള ചൂടായ വെള്ളം തണുപ്പിക്കുന്നതിന്, എഞ്ചിൻ ഓയിൽ തണുപ്പിക്കുന്നതിന്, എയർ കണ്ടീഷണറിൻ്റെ പ്രവർത്തനത്തിന്, ഗിയർ ബോക്സ് പ്രവർത്തിപ്പിക്കുന്നതിന്. റേഡിയേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? ആൻസർ എ, എഞ്ചിൻ്റെ അകത്തുള്ള ചൂടായ വെള്ളം തണുപ്പിക്കുന്നതിന്. ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുകയിൽ മുഴുവനും കത്താത്തതായ ഇന്ധനമുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന പുകയുടെ കളർ. എ നീല, ബി വെള്ള, സി കറുപ്പ്, ഡി ചുവപ്പ്. ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുകയിൽ മുഴുവനും കത്താതെയുള്ള ഇന്ധനമുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന പുകയുടെ കളർ. ആൻസർ സി കറുപ്പ്. 8/5/2015 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 LDV വിവിധം. ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ എന്ന ഉപകരണം എന്തിന്? എ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, ബി ഓയിൽ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന്, സി എഞ്ചിൻ താപം നിയന്ത്രിക്കുന്ന വെള്ളം തണുപ്പിക്കാൻ, 4 കാറ്റിനെ പ്രതിരോധിക്കുന്നതിനായി. ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ എന്ന ഉപകരണം എന്തിന്? ആൻസർ സി എഞ്ചിൻ താപം നിയന്ത്രിക്കുന്ന വെള്ളം തണുപ്പിക്കാൻ. 6/8/2018 നടന്ന റിസർവ് ഡ്രൈവർ KSRTC. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത് എന്തുകൊണ്ട്? എ വീൽ അലൈൻമെൻറ്റ് തകരാർ, ബി ഓയിൽ ഫിൽട്ടർ അടഞ്ഞ കാരണം, സി പിസ്റ്റൺ റിങ് തകരാർ, ഡി ടയറിൻ്റെ കാറ്റ് കുറഞ്ഞതുകൊണ്ട്. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത് എന്തുകൊണ്ട്? ആൻസർ സി പിസ്റ്റൺ റിങ് തകരാർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.